കാണുന്ന ഈ ഒരു വലിയ നമ്പറിനെ വായിക്കാൻ അറിയുമോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കൊരു വലിയ നമ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ സ്ഥാനവിലകൾ അനുസരിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കും അല്ലെ. എങ്ങനെയാ വായിക്കുക? 1, 10, 100, 1000, 10000 ഈ രീതിയിൽ വായിക്കും അല്ലെ. അപ്പൊ അങ്ങനെ പറയാ 1, 10, 100, 1000 and 10,000. അപ്പൊ നമ്മള് ഈ ഒരു നമ്പറിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ആ ടാബിളിലേക്ക് ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമുക്ക് അതിനെ വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ എഴുതുന്നത് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് കേട്ടോ. ഇതാ 9, 2, 3, 7 and 6. സോ ഈ ഒരു 6 പോയി കിടക്കുന്നത് എവിടെയാണടാ? 10,000ന്റെ കളിയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ വായിക്കാം? 67,329. കണ്ടോ? ഈ ഒരു രീതിയിലാണ് ആ നമ്പറിനെ വായിക്കാം. 67,329. ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന നമ്പറിനെയും കൂടെ എഴുതാൻ പറ്റുമെന്നൊന്ന് നോക്കിക്കേ. വലിയ നമ്പർ ആണല്ലേ. ഞാൻ ഈ നമ്പറിനെയും പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതുന്നുണ്ട്. 2, 7, 6, 2, 5, 3, 4. കണ്ടോ? ആ 4 പോയി കിടക്കുന്നത് എവിടെയാണടാ? 10 lakhന്റെ കളിയിലാണ്, 10 ലക്ഷത്തിലാണ് അല്ലെ. അപ്പൊ 10 ലക്ഷം, അതിന്റെ തൊട്ട് മുൻപിൽ ലക്ഷം അല്ലെ. നമുക്ക് ഇങ്ങനെ വരാം 1 അല്ലെ, ഒറ്റ, 10കള്, 100കള്, 1000, 10000, ലക്ഷം, 10 ലക്ഷം. അപ്പൊ ഇതിനെങ്ങനെയാ വായിക്കാം നമ്മള്? 43,52,672. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? 43,52,672. അപ്പൊ ഈ ഒരു രീതിയിലെ നമ്പേഴ്സിനെ, വലിയ വലിയ നമ്പേഴ്സിനെ എങ്ങനെ വായിക്കാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ ബോർഡിൽ കാണുന്ന നമ്പർ എങ്ങനെ കിട്ടും എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. സോ ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ പ്രാണ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് പ്രാണ ബാച്ചിൽ വെച്ച് കാണാം. ബൈ ബൈ.